മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. മനുഷ്യർ അറിയുന്നത് പോലെയല്ല ദൈവം നമ്മെ അറിയുന്നത്. നമ്മുടെ ലക്ഷ്യമല്ല ദൈവം നമ്മുടെ മേൽ വെച്ചിട്ടുള്ളതെന്നുള്ള കാര്യം നാം ഇന്ന് ഈ അനുഭവത്തിൽ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വന്ന് വെച്ച് നട്ടിച്ച സമയത്ത് അവൻ അന്ധനായി വീഴത്തക്ക നിലവാരത്തിൽ സ്വർഗത്തിലെ ദൈവം ഉന്നതത്തിൽ നിന്ന് ഒരു വെളിച്ചം അവന് മേൽ അയച്ചു. ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ ചെറിയൊരാശയം മാത്രമേ പറയുന്നുള്ളൂ. ആ വെളിച്ചത്തിന്റെ മുമ്പ് അവൻ അന്ധനായി വീണു. അവന്റെ കൂട്ടത്താളുണ്ട്. അവരും ഇത് കണ്ട് നോക്കി നിന്നു. ശബ്ദം കേട്ടു. ദൈവത്തിന്റെ ശബ്ദം അവിടെ ഉണ്ടായി. ഇവൻ കഥാലയ എന്താണ് ഈ സംഭവിച്ചത്? അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ, നിന്നെ സന്ദർശിച്ചതാണ് എന്നുള്ള ആശയത്തിലുള്ള കാര്യാദികൾ പറഞ്ഞു. അവർ എഴുന്നേറ്റു. അവർ അവനെ പിടിച്ച്, കൂടെ പോയവർ അവനെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. പക്ഷെ മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ആ ശൗലിനെ അവർ പിടിച്ചുകൊണ്ട് നടന്നു. പിടിച്ചുകൊണ്ട് പോയി ചെല്ലാൻ പറഞ്ഞ ആ നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ അനന്യാസ് എന്നൊരു ശിഷ്യനോട് ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ദർശനം കൊടുത്തിട്ട്, അനന്യാസേ, ഇന്നതുപോലുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്, നീ യൂദയുടെ വീട് അന്വേഷിച്ച് അവിടെ ചെന്ന് അവിടെ ഒരുവനെ ഞാൻ കൊണ്ട് എത്തിക്കുന്നുണ്ട്, അവന്റെ മേൽ നീ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ദേവദാസ 10 വർഷത്തിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് താഴെ വീട്ടിൽ പാർപ്പിച്ചത്, ഇതിന്റെ മുകളിൽ ഒരു ഷെഡ് കെട്ടി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശബ്ദം കേട്ട് ചിലർ ഇവിടെ കൊണ്ടുവരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ കൊണ്ടുവന്നുള്ള കാര്യം ഇന്ന് രാത്രി നിഷേധിക്കല്ല. ഈ ഒരു കൂട്ടം നിങ്ങളുടെ പിന്നാലെ ഉള്ളത് നിങ്ങൾക്ക് പ്രാർത്ഥനയെ സപ്പോർട്ട് തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ ആ ശൗലിന്റെ പേര് ഞങ്ങൾക്ക് പേടിയുണ്ട്, അവന് ഉപദ്രവകാരിയാണ്, എന്നെയും ഉപദ്രവിക്കും എന്നൊക്കെയുള്ള ഭീഷണിയോടുകൂടി അവരായിരിക്കുമ്പോൾ, ഇല്ല, ഞാൻ അവനെ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്, എന്റെ നാമത്തിന് വേണ്ടി അവൻ ഈ കഷ്ടപ്പാടുകൾ സഹിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം, ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നീ അഭിഷേകം ചെയ്യാനായി, നീ അവന്റെ മേല് സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി, ആ കാഴ്ച കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ അഭിഷേകം ചെയ്ത് അവനെ കയറ്റുകയാണ്. നീ അവിടെ ചെന്ന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നീ അവിടെ പോയി പ്രസംഗിക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് ശൗലിനെ തിരക്കിയിട്ട് അവന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സഹോദര ശൗലേ, കാഴ്ച പ്രാപിച്ച് അവിടെ അവനെ കൈവച്ച് വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു. അവനെ കൈവച്ച്, ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകുന്നതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒറ്റ കാര്യം നടത്തിയില്ല. സഹോദര ശൗലേ, നീ വന്ന വഴിയിൽ നിന്നെ സന്ദർശിച്ച് അന്ധനാക്കിയ ഒരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി എന്നെ നിന്റെ മേൽ കൈവച്ച് നിന്നെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുകയാണ്, കാഴ്ച തരാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്നു. കൈവച്ചോ അവന് പരിശുദ്ധാത്മപൂർണനായി. ആ സമയം അവനൊന്ന് കണ്ണിലുള്ളതായ ചെതുമ്പൽ വീണ് അവന്റെ ആദ്യത്തെ കാഴ്ച മടങ്ങി വന്നു. ഇന്ന് രാത്രിയിൽ 10 വർഷമായ ഈ കാലഘട്ടത്തിൽ 10 വർഷമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ദൈവസഭ ഓർക്കണം. എവിടെ നിന്നോ വന്ന് ഈ ദേശത്ത് വീട് വാങ്ങി താമസിച്ച് ഷെഡ് കെട്ടി താമസിച്ച് പ്രാർത്ഥിക്കുന്ന പിന്നിൽ പണത്തിന്റെ അഹങ്കാരമോ പണത്തിന്റെ കൂടുതൽ കൊണ്ടൊന്നുമല്ല. ഈ ദേശത്തിലെ ചിലരെ ഈ പട്ടണത്തിൽ നിന്ന് കൊണ്ടുവന്ന് കാഴ്ച
അനന്യാസിനെ പോലെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ പ്രാർത്ഥിക്കാനും ഇതിനെ ഫെലോഷിപ്പിലുള്ള കർത്തൃഭൃത്യന്മാരും ചട്ടബോർഡിലുള്ളതായ ദൈവദാസന്മാരും കൂത്തുദൈവ മക്കളും ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്ന ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. കർത്താവിന് വേണ്ടി താമസിക്കുന്നുവെങ്കിൽ ആ പ്രവൃത്തിയുടെ പൂർണ്ണത ശൗൽ വിളിച്ചു പറഞ്ഞതുപോലെ ശൗൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുവെച്ച് അനവധി പട്ടണങ്ങൾ സൗഖ്യം വരുത്തി ജനത്തിനിടയിൽ ശുശ്രൂഷിച്ച് കുടുംബങ്ങളെ ശുശ്രൂഷിച്ച് അനേകം വിക്ടറിമാരെ തെരഞ്ഞെടുത്ത് വേറെ കഴിക്കാൻ വേണ്ടി ദൈവമയച്ചു എങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അനന്യാസ് എന്ന ദൈവകൽപ്പന അനുസരിച്ച് പ്രാർത്ഥിക്കാൻ ഭയം കൂടാതെ കടന്നുപോയ ദൈവബുദ്ധിന്റെ ശുശ്രൂഷയായിരുന്നു ദൈവം നൽകിയ ശുശ്രൂഷ. ആ ശുശ്രൂഷയെ മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ഈ 10 വർഷമാകുന്ന ഈ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിൻ്റെതായ പ്രത്യാശകളും ദൈവിക വചനപ്രകാരമുള്ള ആലോചനകളും പകർച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു.